പൊരുത്തത്തിലായി അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ വിശുദ്ധ റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മൊത്ത മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ അല്ലാഹു നമ്മളെയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞ് ഖബറുകളിൽ കഴിയുന്ന നമ്മുടെ മുന്നോറുകൾ മുൻഗാമികൾ എല്ലാവർക്കും അല്ലാഹു തആല പൂർണ്ണമായ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മഹദി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ മഹദി അവറുകളുടെ ആണ്ട് ദിവസമാണ് ഇന്നത്തെ ഈ ദിവസം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ഈ മജ്ലിസ് മഹദിയുടെ ഹളറത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ സമർപ്പിക്കുന്നു. അതേപോലെ ഇന്ന് നമ്മൾ ഓതുന്ന ഖത്മുൽ ഖുർആൻ ബഹുമാനപ്പെട്ട സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന സ്വർഗ നിവാസികളായ സ്ത്രീകളുടെ നേതാവാകുന്ന ബഹുമാനപ്പെട്ട പൊന്നാര മുത്തു നബി തങ്ങളുടെ പൊന്നോമന പുത്രിയായ മഹദി ഫാത്തിമത്തുൽ ബത്തൂൽ റളിയല്ലാഹു അൻഹയുടെ ഹളറത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ രാത്രിയിൽ നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസുകളൊക്കെ അവൻ പൊരുത്തപ്പെട്ട രൂപത്തിൽ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. ബിഹഖ് സയ്യിദിന വ നബിയിന മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധമായ റമളാൻ ഷരീഫിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നായി ഡിവൈഡ് ചെയ്യുകയാണ്. ആദ്യത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10. നമുക്കറിയാം, ഒന്നാമത്തെ 10 നമ്മൾ ധാരാളമായി റബ്ബിനോട് തേടുന്നത് എന്താണ്? അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. നിസ്കാരത്തിന് ശേഷം മാത്രമല്ല, എല്ലാ സമയത്തും ഈ ഒരു ദുആ അധികരിപ്പിക്കണം. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എല്ലാ സമയത്തും അധികരിപ്പിക്കണം. 3 എണ്ണമെന്നോ 4 എണ്ണമെന്നോ കൃത്യമായ എണ്ണം അതിനില്ല. നമുക്കൊരു ഇഖ്ലാസ് വരുന്നത് വരെ നമ്മൾ ധാരാളം ചൊല്ലണം. തസ്ബീഹ് മണികൾ മറിയുമ്പോ നമ്മുടെ നാവുകൾ കൊണ്ട് കൂടുതൽ 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 പറയേണ്ടത് അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവിന്റെ റഹ്മത്ത്, അല്ലാഹുവേ എനിക്ക് നീ നിന്റെ റഹ്മത്ത് ചൊരിഞ്ഞു തരണമേ റബ്ബേ, നിന്റെ കാരുണ്യം എനിക്ക് നീ നൽകണമേ റബ്ബേ എന്നർത്ഥം വരുന്ന മഹത്തായ ദുആ. അത് അധികരിപ്പിക്കാൻ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ധാരാളമായി ചൊല്ലണം. കാരണം ആദ്യത്തെ ഈ ഒരു 10 അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അവ്വലുഹു റഹ്മത്തുൻ. വിശുദ്ധ റമളാനിന്റെ ആദ്യത്തെ ഈ 10 ദിനരാത്രങ്ങൾ റഹ്മത്തിന്റെ, അഥവാ അല്ലാഹു തആല നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ധാരാളം റഹ്മത്ത് അല്ലാഹു തആല വാരിക്കോരി ചൊരിയുന്ന ദിനരാത്രങ്ങളാണ് ഈ വിശുദ്ധ റമളാനിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ അല്ലാഹുവിനോട് റഹ്മത്തിനെ ആവശ്യപ്പെടുന്നത്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. നമ്മൾ ചൊല്ലണം, നമ്മുടെ ഭാര്യമാര് ചൊല്ലണം, ഭർത്താക്കന്മാര് ചൊല്ലണം. എന്തിലധികം നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ പറ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. ആരുടെ പ്രാർത്ഥനയാണ് റബ്ബ് സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ലല്ലോ. ഒരു പക്ഷേ നിഷ്കളങ്ക മനസ്സിന്റെ ഉടമകളായ നമ്മളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ അവർ അള്ളാഹുവിനോട് കാരുണ്യം ചോദിക്കുമ്പോ, റബ്ബിനോട് റഹ്മത്തിനെ ആവശ്യപ്പെടുമ്പോ തീർച്ചയായും ആ മക്കൾ ചോദിക്കുന്നതിന്റെ ഫലം കൊണ്ട്, ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് കാരുണ്യം വിശാലമാക്കി തന്നേക്കാം. അള്ളാഹുവേ റബ്ബേ, ഞങ്ങൾക്ക് നിന്റെ കാരുണ്യം നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം എത്രയാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? റബ്ബ് സുബ്ഹാനഹു വ തആല
നമുക്ക് ചൊരിഞ്ഞു തരുന്ന ആ ഒരു കാരുണ്യത്തെ കുറിച്ച്, അല്ലാഹു തആല നമുക്ക് ചൊരിഞ്ഞു തരുന്ന റഹ്മത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? റഹ്മാൻ, റഹീം, ഈ രണ്ട് വാക്കുകൾ നമ്മൾ പറയാൻ വേണ്ടി ഇരുന്നാൽ ദിവസങ്ങളോളം നമുക്ക് വേണ്ടി വരും ഈ രണ്ട് വാക്കുകൾ വിശദീകരിക്കാൻ. പരിശുദ്ധ ഖുർആനിന്റെ ഏതൊരു സൂക്തവും തുടങ്ങുന്നത് ബിസ്മില്ലാഹി അർറഹ്മാനി അർറഹീം, ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർറഹ്മാനും അർറഹീമുമായ അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു. എന്തേ ആ ബിസ്മിക്ക് ഇത്രയേറെ പവർ വരാനുള്ള കാരണം? ബിസ്മിക്ക് ഇത്രയേറെ പവർ വരാനുള്ള കാരണം എന്താണ്? അതിൻ്റെ അകത്ത് ഇസ്മുൽ അഅ്ലം അടങ്ങിയിട്ടുണ്ട്. ബിസ്മിയിൽ ഇസ്മുൽ അഅ്ലം അടങ്ങിയിട്ടുണ്ട്. അല്ലാഹു, അർറഹ്മാനു, അർറഹീം, ഈ മൂന്ന് ഇസ്മുകൾ ചേർന്നു വന്ന അതേ പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ വാക്കിൽ, ആ ആയത്തിൽ അല്ലാഹ്, അർറഹ്മാൻ, അർറഹീം വിശദീകരിക്കുന്നില്ല. അർറഹ്മാൻ എന്ന് പറഞ്ഞാൽ വല്ലാതെ കാരുണ്യം ചൊരിയുന്നവനാണ്. ഈ ദുനിയാവിൽ അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്കും അവൻ കരുണ ചൊരിയുന്നു, അതേ അനുസരിക്കാത്തവർക്കും അല്ലാഹു തആല കാരുണ്യം ചൊരിയുന്നു. അല്ലേ? റബ്ബിനെ അനുസരിക്കുന്നവർക്കും റബ്ബ് കാരുണ്യം ചൊരിയുന്നു, അനുസരിക്കാത്തവർക്കും അല്ലാഹു കാരുണ്യം ചൊരിയുന്നു. അജിബ്തു ലിമൻ റസഖിൽ മുസീഅ ഇലാഹുഹു വലിതർകി ബഅദ സ്വാലിഹീന ഫഖീറാൻ. ചില കവികൾ പാടിയത് എങ്ങനെയാണ്? അജിബ്തു, ഞാൻ അത്ഭുതപ്പെടുന്നു, എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു. അള്ളാഹുവിനെ എതിര് ചെയ്യുന്ന, അള്ളാഹുവിനെ എതിര് പ്രവർത്തിക്കുന്ന, അള്ളാഹുവിനെ അനുസരിക്കാതെ നടക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല റിസ്ക് നൽകുന്നു, വിശാലമായ റിസ്ക് നൽകുന്നു. ഇത് കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. അല്ലേ? നമുക്കും അത്ഭുതം തോന്നുന്നില്ലേ? റബ്ബിനെ വിളിക്കാത്ത, റബ്ബിനെ ഓർക്കാത്ത, റബ്ബിനെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ലാത്ത പാപികളും ദോഷികളും ധിക്കാരികളുമായ ആളുകൾക്ക് അല്ലാഹു തആല വലിയ വലിയ കൊട്ടാരങ്ങൾ, ആകാശം മുട്ട വലിപ്പമുള്ള രമ്യഹർമ്മങ്ങൾ, ഏക്കർ കണക്കിന് ഭൂമികൾ, സ്വത്തുക്കൾ അങ്ങനെ വിശാലമായി നൽകുന്നു. പക്ഷെ അവർ ഒരു സെക്കൻഡ് പോലും റബ്ബിനെ ഓർക്കുന്നില്ല, റബ്ബിനെ അവർ സ്മരിക്കുന്നില്ല, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നില്ല. എന്നിട്ടും അല്ലാഹു തആല അവർക്ക് വിശാലമായ റിസ്ക് നൽകുന്നു. ഞാൻ ഇത് കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ്. എന്നിട്ടോ റബ്ബിനെ ഓർക്കുന്ന, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന നല്ല നല്ല സ്വാലിഹീങ്ങളായ ആളുകൾ, അവരെ അല്ലാഹു തആല ഫഖീറുമാരായി അല്ലാഹു ഒഴിവാക്കിയിരിക്കുന്നു. ഇതെന്തൊരു അത്ഭുതമാണ്, ഇതെന്തൊരു കൗതുകമാണ്. ഇതാണ് അർ-റഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം. അല്ലാഹു എല്ലാവർക്കും കാരുണ്യം ചൊരിയുന്നു. അല്ലാഹുവിനെ അനുസരിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയായ മുസ്ലിമിന് അല്ലാഹു കാരുണ്യം ചൊരിയുന്നുണ്ട്. അല്ലാഹുവിനെ അനുസരിക്കാത്ത ഒറിജിനൽ കാഫിറുകളായ ആളുകൾക്ക് അല്ലാഹു തആല കാരുണ്യം ചൊരിയുന്നുണ്ട്. റബ്ബിന്റെ കാരുണ്യം എത്രയാണ്! ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏറ്റവും വലിയ അതിഥി സൽക്കാരം നടത്തിയ പ്രവാചകൻ ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് തീയിനെ ആരാധിക്കുന്ന ഒരാൾ വന്നിട്ട് ഭക്ഷണം ചോദിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇല്ലടാ, നിനക്ക് ഞാൻ ഭക്ഷണം തരൂല, നീ തീയിനെ ആരാധിക്കുന്നവനാണ്. ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. റബ്ബിനെ ആരാധിക്കാതെ തീയിനെ ആരാധിക്കുന്ന മജൂസിയായ നിനക്ക് ഞാൻ ഭക്ഷണം തരികയോ ഇല്ല.
നിനക്ക് ഞാൻ ഭക്ഷണം തരൂല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മജൂസിയായ മനുഷ്യനെ ആട്ടിപ്പുറത്താക്കുകയാണ്. അയാള് സങ്കടത്തോടെ വിശന്ന് വലഞ്ഞ് കയറി വന്നതാണ്. സങ്കടത്തോടെ ആ മനുഷ്യൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഉടൻ തന്നെ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സവിധത്തിലേക്ക് വന്നു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അല്ലയോ ഇബ്രാഹിമേ, അല്ലാഹു തആല നിങ്ങൾക്കൊരു സലാം പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സലാം മടക്കി. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ആ മനുഷ്യനെ നിങ്ങളുടെ അരികിൽ നിന്ന് മടക്കി അയച്ചത്? ഭക്ഷണം തേടി വന്ന, വിശന്ന് ദാഹിച്ച് പൊരിഞ്ഞ വയറുമായി നിങ്ങളുടെ സവിധത്തിലേക്ക് കയറി വന്ന ആ മനുഷ്യനെ എന്തിനാണ് നിങ്ങൾ ആട്ടിപ്പുറത്താക്കിയത്? ജിബ്രീലേ, അവൻ അല്ലാഹുവിനെ ആരാധിക്കാത്തവനാണ്, അവൻ തീയിനെ ആരാധിക്കുന്നവനാണ്. റബ്ബിനെ ആരാധിക്കാത്ത മനുഷ്യന് എങ്ങനെയാണ് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞത്, നിന്റെ അടുക്കൽ വരുന്നതിന് മുന്നേ വരെ ആ തീയിനെ ആരാധിക്കുന്ന മനുഷ്യന് ഭക്ഷണം കൊടുത്തതാരാൾ? ആ മനുഷ്യന് വെള്ളം കൊടുത്തതാരാ? അവന് വേണ്ടുന്ന സൗകര്യങ്ങൾ കൊടുത്തതാരാൾ? അവന് വേണ്ടുന്ന ആരോഗ്യങ്ങളോ ആയുസ്സുമൊക്കെ കൊടുത്തത് ആരാ? സർവാധിപതിയായ സർവഗുണ സമ്പൂർണ്ണ സൃഷ്ടിപ്പ് സംഹാരിയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലയോ? അതുകൊണ്ട് പടച്ച തമ്പുരാൻ ആ മനുഷ്യനെ മടക്കി വിളിച്ചുകൊണ്ട് അയാൾക്ക് ഭക്ഷണം കൊടുക്കാൻ അല്ലാഹു തആലയുടെ കൽപ്പന വന്നിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുക്കുന്നു, സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീട് വിട്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ആ മജൂസിയായ മനുഷ്യനെ തേടിപ്പോകുന്നു. അയാളെ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നു. അയാൾക്ക് സുഭിഷ്ടമായ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ കാരുണ്യമാണ്. റബ്ബിനെ ഓർക്കുന്നവർക്കും അവൻ കരുണ ചൊരിയുന്നു, റബ്ബിനെ ഓർക്കാത്തവർക്കും അവൻ കാരുണ്യം ചൊരിയുന്നു. ഇതാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. രണ്ടാമത്തെ പദം എന്താണ്? അർ-റഹീം. അതിൻ്റെയും അർത്ഥം കരുണാവാരിധി എന്നാണ്, കാരുണ്യം ചൊരിയുന്നവൻ എന്നാണ്. എന്നാൽ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നു, ഈ ദുനിയാവില് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ച ആളുകൾക്ക് നാളെ പരലോകത്ത് കരുണ ചൊരിയുന്നവൻ എന്നാണ് അർ-റഹീം എന്ന പദത്തിന്റെ അർത്ഥം. ഈ ദുനിയാവില് റബ്ബിനെ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും കാരുണ്യമുണ്ടെങ്കിൽ അനുസരിച്ചവർക്ക് മാത്രമാ നാളെ പരലോകത്ത് കാരുണ്യമുള്ളത്. റബ്ബിനെ ഓർക്കുന്നവർക്ക് മാത്രമാ, റബ്ബിനെ സ്മരിക്കുന്നവർക്ക് മാത്രമാ, റബ്ബിനെ ദിക്റ് ചൊല്ലുന്നവർക്ക് മാത്രമാ, റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നവർക്ക് മാത്രമാ നാളെ പരലോകത്ത് റബ്ബിന്റെ കാരുണ്യമുള്ളത്. അല്ലാഹുവേ റബ്ബേ, ആ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഒന്ന് ചേർത്ത് തരണേ അല്ലാഹ്. വല്ലാത്ത അർത്ഥവ്യാപ്തിയുള്ള വാചകമാണ് അർ-റഹ്മാൻ അർ-റഹീം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇവിടെ റബ്ബിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഒരേപോലെ കാരുണ്യം ചൊരിയുന്നവൻ അർ-റഹ്മാൻ. അർ-റഹീം എന്ന് പറഞ്ഞാലോ? റഹീം എന്ന് പറഞ്ഞാൽ ഇവിടെ റബ്ബിനെ അനുസരിച്ച് ധിക്കാരം കാണിക്കാതെ അഹങ്കാരം കാണിക്കാതെ മുസ്ലിമായി റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർക്ക് മാത്രം നാളെ പരലോകത്ത് സ്വർഗമാകുന്ന കാരുണ്യം കൊടുത്തുകൊണ്ട് സഹായിക്കുന്നവൻ. അതാണ് അർ-റഹീം എന്ന പദത്തിന്റെ അർത്ഥം.
രണ്ടും റബ്ബിന്റെ കാരുണ്യമാണ്. രണ്ടും റബ്ബിന്റെ കാരുണ്യമാണ്. അല്ലാഹുവേ റബ്ബേ, നിന്റെ കാരുണ്യം നീ ഞങ്ങൾക്ക് സദാ ചൊരിഞ്ഞു തരണേ അല്ലാ. റബ്ബിന്റെ കാരുണ്യം മനുഷ്യൻ എപ്പോഴും ചിന്തിക്കാൻ, റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ച് മനുഷ്യൻ എപ്പോഴും ഓർക്കാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർആൻ തുടങ്ങുമ്പോഴും ഏത് സൂറത്തുകൾ അതേ ആരംഭിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ കാരുണ്യത്തിന്റെ ആ അർത്ഥവ്യാപ്തിയുള്ള ആയത്ത് ഓതിക്കൊണ്ട് നമ്മൾ തുടങ്ങുന്നത്. അല്ലാഹുവേ റബ്ബേ, നീ ഞങ്ങൾക്ക് ബിസ്മിയുടെ ബറക്കത്ത് കൊണ്ട്, നിന്റെ കാരുണ്യം കൊണ്ട് പടച്ച റബ്ബേ, നീ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകണേ അല്ലാ. ആ കാരുണ്യമാണ് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. اللهم ارحمني يا ارحم الراحمين. اللهم ارحمني يا ارحم الراحمين. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നു, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. എന്താണ്? ഇന്ന ലില്ലാഹി മഅത റഹ്മ അൻസല മിൻഹാ റഹ്മത്തുൻ വാഹിദ. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് മുഴുവനുമായി അല്ലാഹു തആല 100 കാരുണ്യത്തെ അല്ലാഹു തആല പടച്ചിരിക്കുന്നു. എത്ര കാരുണ്യത്തെ? 100 കാരുണ്യത്തെ അല്ലാഹു തആല ഈ ലോകത്തേക്ക് വേണ്ടി പടച്ചിരിക്കുന്നു. 100 കാരുണ്യം. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൻസല മിൻഹാ റഹ്മത്തൻ വാഹിദ. അതിൽ നിന്നും ഒരൊറ്റ റഹ്മത്ത് മാത്രമേ അല്ലാഹു തആല ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കിയിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഈ ലോകത്തേക്ക് അല്ലാഹു തആല മുഴുവനും 100 റഹ്മത്തിനെ പടച്ചിട്ട് അതിൽ നിന്നും അല്ലാഹു തആല ഒരൊറ്റ റഹ്മത്ത് മാത്രമാണ് ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു തആല ഇറക്കിയിരിക്കുന്നത്. എവിടെ? ബൈനൽ ജിന്നി വൽ ഇൻസി, മനുഷ്യർക്കും ജിന്ന് വിഭാഗത്തിനുമായി, ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും സർവ്വ ജിന്നുകൾക്കുമായി അല്ലാഹു തആല 100-ൽ നിന്ന് ഒരൊറ്റ കാരുണ്യം മാത്രമാണ് ഈ ഭൂമിയിലേക്ക് ഇറക്കിയിരിക്കുന്നത്. ആ ഒരൊറ്റ കാരുണ്യമാണ് ജിന്നുകൾക്കുള്ളത്. ആ ഒരൊറ്റ കാരുണ്യമാ മനുഷ്യന്മാർക്ക് നൽകിയിട്ടുള്ളത്. ആ ഒരൊറ്റ കാരുണ്യം മാത്രമാ മൃഗങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. ആ ഒരൊറ്റ കാരുണ്യം മാത്രമാ അല്ലാഹു തആല സർവ പ്രാണികൾക്കും പക്ഷികൾക്കും അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. ഫബിഹാ യതആതഫൂന വബിഹാ യതറാഹമൂന വബിഹാ തഅതിഫുൽ വഹ്ശു വലാ വലദിഹാ. അതേ പൊന്നാര മുത്തു നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആ ഒരൊറ്റ കാരുണ്യം കൊണ്ടാണ് പരസ്പരം അതേ മയം ചെയ്യുന്നത്, പരസ്പരം കരുണ ചെയ്യുന്നത്, പരസ്പരം സ്നേഹിക്കുന്നത്. മൃഗങ്ങൾ പരസ്പരം അതേ ഇണകൾ ചേരുന്നത്, പരസ്പരം സ്നേഹിക്കുന്നത്. അതേ തള്ളക്കോഴി അതിൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ കാക്കയും പരുന്തും പിടിച്ചുകൊണ്ട് പോകാതെ ആ തള്ളക്കോഴിയുടെ ചിറകിൻ്റെ അടിയിലേക്ക് കയറ്റി നിർത്തിയിട്ട് ആ തള്ളക്കോഴി കോഴിക്കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന കാരുണ്യമുണ്ടല്ലോ, ആ ഒരൊറ്റ കാരുണ്യത്തിൽ നിന്നാണ് അതേ ആടും പശുക്കളും മൃഗങ്ങൾ മുഴുവനും അതിൻ്റെ മക്കളോട് കാണിക്കുന്ന കാരുണ്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലയോ? മറ്റു ജീവികൾ അതിൻ്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന കാരുണ്യം കണ്ടിട്ടില്ലയോ? പാറി പറന്ന് നടക്കുന്ന പറവകൾ എവിടെ നിന്നോ പറന്ന് കിട്ടുന്ന ഭക്ഷണങ്ങൾ കൊത്തിയെടുത്ത് അതിൻ്റെ കൂട്ടിലിരിക്കുന്ന കുഞ്ഞിക്കിളിയുടെ അതേ ചുണ്ടുകളിലേക്ക് വെച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലയോ? ആ കാരുണ്യം ഈ ഒരൊറ്റ കാരുണ്യത്തിൽ നിന്നാണ് ഉമ്മമാര് മക്കളുമാര് തൻ്റെ മാറത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സമാധാനപ്പെടുത്തുന്നത്. ആ
ഒരൊറ്റ കാരുണ്യത്തിൽ നിന്നുള്ള കാരുണ്യമാണ് മക്കള് മാതാപിതാക്കളോട് കാണിക്കുന്നത്, മാതാപിതാക്കള് മക്കളോട് കാണിക്കുന്നത്, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യനോട്, ലോകത്തുള്ള മുഴുവനോടും കാണിക്കുന്ന ലോകത്തുള്ള ഏത് സംഗതികളുണ്ടോ അതൊക്കെയും പരസ്പരം കാണിക്കുന്ന കാരുണ്യങ്ങള്, അതെല്ലാം ഈ ഒരൊറ്റ കാരുണ്യത്തിൽ നിന്നാണ്. അഷ്റഫുൽ മുശറഫായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു. ബാക്കിയുള്ള 99 കാരുണ്യങ്ങള് അതേ മുത്തു നബി തങ്ങൾ പറഞ്ഞു, യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ വഅഖറല്ലാഹു 99 അല്ലാഹു തആല ബാക്കി 99 കാരുണ്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു വെച്ചിരിക്കുന്നു, അല്ലാഹു തആല മാറ്റി വെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ ഇബാദുർ റഹ്മാൻ, അല്ലാഹുവിന്റെ സച്ചരിതരായ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ അടിമകൾക്ക് വേണ്ടി നാളെ പരലോകത്ത് വിതരണം ചെയ്യാൻ അല്ലാഹു തആല മാറ്റിവെച്ചിരിക്കുന്നു. സയ്യിദുൽ വജൂദ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു. എങ്കിൽ ഇന്ന് ഈ ലോകത്ത് കാണുന്ന പരസ്പരമുള്ള കാരുണ്യം ആ 100 കാരുണ്യങ്ങളിൽ പെട്ട ഒരു കാരുണ്യത്തിന്റെ അംശം മാത്രമാണെങ്കിൽ ബാക്കിയുള്ള 99 കാരുണ്യങ്ങൾ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? അല്ലാഹു തആല റബ്ബിന്റെ കാരുണ്യം കരസ്ഥമാക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മളെ ചേർത്ത് തരുമാറാകട്ടെ. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിന്റെ കാരുണ്യം കരസ്ഥമാക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മളെയൊക്കെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബിന്റെ കാരുണ്യം നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. നമ്മുടെ ഓരോരുത്തരുടെ നഫ്സിൽ തന്നെ ഒന്ന് നോക്കുക, ഒന്ന് സ്വന്തം ശരീരത്തിലേക്ക് തന്നെ നോക്കണം. അതല്ലേ മഹാന്മാര് പറഞ്ഞ മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. സ്വന്തം നഫ്സിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ നിങ്ങൾക്ക് റബ്ബിനെ കണ്ടെത്താൻ കഴിയും. അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ കൈകളിലേക്ക് നോക്ക്, കാലുകളിലേക്ക് നോക്ക്, കണ്ണുകളിലേക്ക്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലേക്കും നിങ്ങൾ സസൂക്ഷ്മം ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങൾക്ക് റബ്ബിന്റെ അപാരത, റബ്ബിന്റെ അപാരമായ കാരുണ്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കാരണം എന്താണ്? നമ്മുടെ ഈ അവയവങ്ങളൊക്കെ ഈ വൃത്തിയായി നല്ല ഘടനയോടുകൂടി റബ്ബ് തആല പടച്ചു നമുക്ക് നൽകി. അൽഹംദുലില്ലാഹ്. 2 കണ്ണുകൾ, ആ 2 കണ്ണുകൾക്കും കാഴ്ചകൾ നൽകിയില്ലേ? കാതുകൾ, ആ കാതുകൾക്കും ശ്രവണപുടങ്ങളിൽ കഴിവുകൾ നൽകിയില്ലേ? കരങ്ങൾ, കൈകൾക്ക് കഴിവ് നൽകിയില്ലേ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. റബ്ബിന്റെ കഴിവ് എത്ര അപാരമാണ്. ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് ജനിക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് കൃത്യമായി ഇരിക്കേണ്ട സ്ഥലത്ത് കണ്ണ് പടച്ചു കൊടുത്ത റബ്ബ്, മൂക്ക് പടച്ചു കൊടുത്ത റബ്ബ്, ആ മൂക്കിന് ശ്വസിക്കാൻ 2 ദ്വാരങ്ങൾ കൊടുത്ത റബ്ബ്, വായ കൊടുത്തു, ആ വായ്ക്കുള്ളിൽ നാവ് നൽകി, പലതും നൽകി ല്ലേ? ശരീരത്തിന്റെ അവയവങ്ങൾ കൃത്യമായി 5 വിരലുകൾ നൽകി, കാലുകൾ നൽകി, ശേഷികൾ നൽകി, കഴിവുകൾ നൽകി. ഇതൊക്കെ റബ്ബ് കൃത്യമായി സമയബന്ധിതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയില്ലയോ? ഒരു മുല കുടിക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിന് പല്ലില്ല. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പിന്നെയാണ് പല്ലുകൾ വരുന്നത്. മുല കുടിച്ചുകൊണ്ടിരിക്കുമ്പോ പല്ലുള്ള കുട്ടിയാണെങ്കിൽ ആ കുഞ്ഞങ്ങ് കടിച്ചാൽ മുലപ്പാല് കൊടുക്കുന്ന ഉമ്മാക്ക് വേദനിക്കൂലേ? റബ്ബിന്റെ കാരുണ്യമാണ്, റബ്ബിന്റെ കാരുണ്യമാണ്.
കാരുണ്യമാണ്. അമ്മിഞ്ഞ പാല് ഊറി കുടിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിന് ജനിച്ചപ്പോൾ പല്ല് കൊടുക്കാത്തത് റബ്ബിന്റെ കാരുണ്യമാണ്. ആ കുഞ്ഞിന് നല്ല രൂപത്തിൽ കുടിക്കാനും ഉമ്മാക്ക് വേദനിക്കാതെ പാല് കൊടുക്കാനും അവരിരുവരോടും റബ്ബ് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യമാണ്. നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ കുറിച്ച് പറയാനിരുന്നാൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയൂല. നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്തിയെടുക്കാൻ അള്ളാഹു എനിക്ക് ഇത്ര കാരുണ്യമേ ചെയ്തു തന്നുള്ളൂ എന്ന് പറയാൻ റബ്ബ് ചെയ്ത കാരുണ്യത്തെ പറഞ്ഞ് ക്ലിപ്തപ്പെടുത്താൻ നമുക്കാർക്കെങ്കിലും കഴിയുമോ? അല്ലാഹു തആല ചിന്തിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, കുന്തു ലൈഫൻ ലിബഅദിൽ ഖൗമി, ഞാൻ ചില ആളുകളുടെ അതിഥിയായി പങ്കെടുത്തു. കുറച്ച് ആളുകൾ എന്നെ അതിഥി സൽക്കാരത്തിന് വേണ്ടി വിളിച്ചു. ഫഖദ്ദമൽ മാഇദ, അപ്പോഴോ സുപ്ര വിരിച്ചു എൻ്റെ മുമ്പില്. ഫനസല ഖുറാബുൻ, ആ സുപ്രയിൽ വിരിച്ച ആഹാരം, ആ ആഹാരം ഒരു കാക്ക കൊത്തിക്കൊണ്ടുപോയി. എന്തോ ഒരു സാധനം, ഒരു ഭക്ഷണത്തളിക മുമ്പിലേക്ക് വിരിച്ചു. എന്നെ അതിഥിയായി വിളിച്ചതാണ്. ഞാൻ കഴിക്കാൻ വേണ്ടി ആ തളികയിലേക്ക്, ആ സുപ്രയിലേക്ക് ചെന്നിരുന്നപ്പോ വിളമ്പിയ ഭക്ഷണത്തിൽ നിന്ന് ഒരു കാക്ക, ആ കാക്ക എടുത്തുകൊണ്ട് കൊത്തിക്കൊണ്ടുപോയി. അവിടെ നിന്ന് ഒരു റൊട്ടി എന്ത് ചെയ്തു? ഈ കാക്ക കൊത്തിക്കൊണ്ടുപോയി. ഞാൻ ആ കാക്കയുടെ പിന്നാലെ പോയി. എന്തിനാണ് ഈ കാക്ക ഇത്രയും വലിയ ഈ റൊട്ടി കൊത്തിക്കൊണ്ടുപോകുന്നത് എന്ന അത്ഭുതത്തോടെ ആ കാക്കന്റെ പിന്നാലെ ഞാൻ ഇങ്ങനെ പാഞ്ഞുപോയി. ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തഫ്സീറിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സംഭവമാണ്. ഈ കാക്ക ഒരു മലയുടെ മുകളിലേക്ക് അതേ പറന്നു കയറുന്നു. ആ കാക്കയുടെ പിന്നാലെ ഞാനും കയറി ഇങ്ങനെ നോക്കുമ്പോ രണ്ട് കൈ പിറകിലേക്ക് പിടിച്ച് കെട്ടി മുറുക്കി വെച്ചിരിക്കുന്നു. അങ്ങനത്തെ ഒരു മനുഷ്യൻ അവിടെ കിടക്കുന്നു. ആരോ പിടിച്ച് കെട്ടിയിട്ടതാണ്. ദിവസങ്ങളായി ആരോ പിടിച്ച് ഈ മനുഷ്യന്റെ കയ്യ് പിറകോട്ട് പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നു. കയ്യും കാലുമൊക്കെ കെട്ടിയിട്ടിരിക്കുന്നു. എഴുന്നേറ്റൊന്ന് നടക്കാൻ, എഴുന്നേറ്റൊന്ന് ഓടാൻ, ആ കൈ കൊണ്ട് വെള്ളമെടുത്തൊന്ന് കുടിക്കാൻ, ആ കൈ കൊണ്ട് ഭക്ഷണമെടുത്തൊന്ന് കഴിക്കാൻ ഈ മനുഷ്യന് കഴിയുന്നില്ല. ഈ കാക്ക, ഈ ഭക്ഷണം കൊത്തിക്കൊണ്ടുവന്ന കാക്ക, അതേ ഈ റൊട്ടിയുണ്ടല്ലോ ആ മനുഷ്യന്റെ വായയുടെ ഭാഗത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അയാൾ ആ റൊട്ടി കടിച്ചുകൊണ്ട് കഴിക്കുന്നു. സുബ്ഹാനല്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമാണ്, അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഈ കാക്കയിലൂടെ ഈ മനുഷ്യന് അല്ലാഹു തആല നൽകിയ ഭക്ഷണം. ഇങ്ങനെ എത്ര സംഭവങ്ങൾ, റബ്ബിന്റെ കാരുണ്യത്തെ വിശദീകരിക്കുന്ന സംഭവങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനുണ്ട്. അല്ലാഹു തആല ചിന്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല ചിന്തിക്കാൻ നമുക്ക് റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ മജ്ലിസിലേക്ക് കടക്കാം. റബ്ബിന്റെ കാരുണ്യം അല്ലാഹു തആല വിശാലമാക്കുന്ന, റബ്ബിന്റെ കാരുണ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങൾ ഇല്ലേ, ഈ ദിനരാത്രങ്ങളിൽ
ധാരാളം റഹ്മത്ത്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ, ആ ദുആ നമ്മൾ അധികരിപ്പിക്കണം. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, നിന്റെ കാരുണ്യം എനിക്ക് നീ ചൊരിഞ്ഞു തരണേ റബ്ബേ, നിന്റെ കാരുണ്യം റബ്ബേ എനിക്ക് നീ ചൊരിഞ്ഞു തരണം അല്ലാ എന്ന് അർത്ഥം വരുന്ന അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ ഇൻഷാ അല്ലാഹ് അധികരിപ്പിക്കണം. നിസ്കാരത്തിന് ശേഷം സാധാരണ നമ്മുടെ പള്ളികളിലൊക്കെ നമ്മൾ കേൾക്കും, നിസ്കാരം കഴിയുമ്പോ 3 തവണ അത് ചൊല്ലും. അത് കേട്ടിട്ട് ചില ആളുകൾ ധരിച്ചിരിക്കുന്നത് നിസ്കാരത്തിന് ശേഷമേ ചൊല്ലാൻ പാടുള്ളൂ, 3 തവണയേ ചൊല്ലാൻ പാടുള്ളൂ എന്ന് കരുതിയിരിക്കുന്ന പാവങ്ങളുണ്ട്. അല്ല, എല്ലാ സമയത്തും ഏറ്റവും കൂടുതൽ നമ്മൾ റബ്ബിനോട് തേടേണ്ടുന്ന കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യമാണ് അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ.